ധ്യാനത്തോടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ഓ ഹല്ലേലൂയ. ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. കരങ്ങൾ ശുദ്ധീകരിക്കട്ടെ. കരങ്ങൾ എന്റെ പാദങ്ങൾ പാദങ്ങൾ പാദകൾ വെണ്മയായി തീരട്ടെ. Amen.
ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്, വലിയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു ഇവിടെ വന്നത് നമ്മുടെ ചിരിക്കുന്ന മുഖം കാണാനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു വന്നത് എൻ്റെ ചിരിക്കുന്ന മുഖം കാണാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് ചോദിക്കുക, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചേ. സന്തോഷമുണ്ടോ? പറ, സന്തോഷിച്ചിരിക്കണമെന്ന് പറ. സന്തോഷിച്ചിരിക്കണം, സന്തോഷിച്ചിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാമോ? ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. ഇന്ന് പകൽ നമ്മൾ ശക്തി പുതുക്കുന്ന ഒരു പകലാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ എൻ്റെ ശക്തി പുതുകുന്ന പകലാണ്. ഹല്ലേലൂയ. വെറുതെ എൻ്റെ കർത്താവ് ഇന്ന് പകൽ എന്നെ വിടത്തില്ല, എന്തെങ്കിലും തന്നേ വിടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആശയുണ്ട്? എൻ്റെ യേശു വന്നത് എനിക്ക് ചിലത് തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നിറയ്ക്കാൻ യേശു ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് തുറന്ന് വെച്ചു കൊടുത്താൽ മതി. യേശു നിറയ്ക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. 21 ദിവസക്കാലം ഹല്ലേലൂയ ഒരു മതിൽ കെട്ടി ഹല്ലേലൂയ സ്തോത്രം ഇടിവിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ചെറിയ സഭയ്ക്ക് കർത്താവ് ഭാഗ്യം തന്നു. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഈ പട്ടണത്തിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ഒരു മഹാഭാഗ്യമാണെന്ന് അകത്തളങ്ങളിൽ ബോധമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറയാവോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് കൂടെ 21 ദിവസം ഇരിക്കാൻ ഭാഗ്യം തന്ന കർത്താവ്. ഇതൊരു മഹാഭാഗ്യമല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാകണം. കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാകുന്നു. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തത്, ഞങ്ങൾ ഇന്ന് വരെ കാണാത്തത് ആത്മീയ വെളിപ്പാടുകൾ ഞങ്ങളോട് സംസാരിക്കുവാൻ ആ പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ശക്തിയോടെ എന്ന് ബലപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ബലപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയുടെ അറ്റത്തോളം നിന്റെ സാക്ഷ്യമാകുവാനുള്ള വലിയ ശക്തിയെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് നന്ദി. ഒരുമിച്ചൊരു പകൽ കൂടെ ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയുന്നു. ശിശാൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി ശിശാൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു വരികയും വചനം കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ നിങ്ങളോടുള്ള വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ചില സമയങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പായി ആയിരിക്കാം. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു? ആമേൻ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അതോ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ പകൽ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് പകലും രാത്രിയിലും അഭിഷേകത്തെക്കുറിച്ചായിരിക്കും ഇന്നലെ പകലും രാത്രിയിൽ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എഫേഷ്യൻസ് ഓൺ
അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഈ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടതിന് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. എല്ലാ വായകൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. മനഃപൂർവ്വമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, അതിന്ന് രാവിലെ ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ ദൈവാത്മാവെ ഞങ്ങൾക്ക് അവസരം തരണമേ. ഷാലറിയാന്തര മമക ഷ്യാന്തരാധരാധര. നിറഞ്ഞ ദൈവസാന്നിധ്യത്തിന് നന്ദി പറയുന്നു. തുറമാനം നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ മുഴുവൻ നിനക്ക് ദൈവത്തിൻ്റെ വചനസ്ഥലായിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ ദൈവം തന്നാട്ട്. എല്ലാ മഹത്വം ഞങ്ങൾ തിരുവേനിക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അജ്ഞത നമ്മുടെ ഇടയിലുണ്ട്. അമ്മേ, കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല പ്രിയപ്പെട്ടവർക്കും ചില ഏരിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലൊക്കെ കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്തകൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. വചനം കേൾക്കുക, വചനത്തെ അയവിറക്കുക, വെളിപ്പാട് സ്വീകരിക്കുക. ആമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആമേ, പരിശുദ്ധാത്മാവിന് എന്തിനാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ആദ്യ ഗഡുവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അത് നമുക്കൊന്നൊരു ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 പത്രോസ്, ആമേൻ, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 പത്രോസ് 1-ന്റെ 4-ാം വാക്യം എന്താ വായിച്ചേക്കുന്നത്? 1 പത്രോസ് 1-4. അത് ഭയങ്കര പ്രധാനപ്പെട്ട വാക്യം. അത് തന്നെ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. മതി. നിങ്ങൾക്കല്ലോ വാക്യം പിടികിട്ടിയോ? നിങ്ങളെന്താ ഗൗരവത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വാക്യം പിടികിട്ടിയോ ഇല്ലയോ? ഹലോ, ഒന്ന് പറഞ്ഞ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടിയോ? 1-2 പ്രാവശ്യം വായിക്കും, വീണ്ടും പിടികിട്ടി. നമ്മളത് വായിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. ആമേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആമേൻ. മനസ്സിലായവർക്ക് ആമേൻ, ഇതിപ്പം പിടികിട്ടി. ആമേ, ഇതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആമേ, ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ കയ്യടിയും ചുമ്മാ പാട്ടും ചുമ്മാ ബഹളമൊന്നും അല്ല ആത്മപകർച്ച, ആത്മശക്തി എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ പദം പറഞ്ഞ്. അന്ത്യകാലത്ത്, നിങ്ങൾക്കത് പിടികിട്ടണം, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. സഹോദരി, നീ കണ്ടതോ നീ കേട്ടതൊന്നും അല്ല, നിന്നിൽ സംഭവിക്കാനിരിക്കുന്നൊരു ഭയങ്കര കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ മേൽ സംഭവിക്കാനിരിക്കുന്ന ഒരു അസാധാരണമായ സംഗതിയുണ്ട്. ആമേ, അതിന്നല്ല, അത് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ആമേ, ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചം എന്ന് പറയുന്നത്, ആമേ, നിന്റെ ഏറ്റവും വലിയ മതിൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ഒരു സംരക്ഷണ വചനമാണ്. ആമേ, പ്രിയപ്പെട്ടവനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അതിനെ പൊളിക്കാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ പിശാചും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്കെന്ന് രാവിലെ ദൂത് പിടികിട്ടിയേ? ഞാൻ പദം പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമ്മേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല നീ ജീവനോട് ഇരിക്കുന്നത്. നിന്നെ സൂക്ഷിക്കാൻ മറ്റാരോ നീ അറിയാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ കഴിവുകളോ നിന്റെ പ്രാപ്തിയോ നിന്റെ മിടുക്കോ അല്ല ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന. ആമേ,
ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുന്ന ആമേൻ അസാധാരണമായൊരു ദൈവത്തിൻ്റെ മഹത്വം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നീ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ശ്രദ്ധിച്ച്, ഞാൻ ഈ പദങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് കയറാൻ വളരെ പെട്ടെന്ന് ശ്രമിക്കാം. ഇഷ്ടം പോലെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം ശിഷ്യന്മാർ നടന്നു. 3.5 വർഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചതുപോലെ പല കാര്യങ്ങൾ അവർക്ക് പിടികിട്ടില്ല, പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഓടി വന്നേ മോനെ പറയട്ടെ, ഓടിയോ. ഇത് യേശുവാണ്. ഇന്നലെ യേശു വേറെ ആളായിരുന്നു, ഇന്ന് യേശു ഞാൻ തന്നെയാണ്. യേശു ഇതാണ്. ഇത് പത്രോസാണ്. ഹല്ലേലൂയ. ഇവൻ കൂടെ നടന്ന് അപ്പവും വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കൂടെ നടക്കുന്ന പത്രോസിനോട് യേശു പറയുകയാണ്, പിതാവിൻ്റെ ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 16, 17, 18 അധ്യായങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, പിതാവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഇവരോ ലോകത്തിലിരിക്കുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്, ഇവർ ലോകത്തിലിരിക്കുന്നു. പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം നിമിത്തം അവരെ സൂക്ഷിച്ചോണേ. Praise the Lord. Praise the Lord. ഇന്ന് പകൽ വചനം തിരിച്ചറിയുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവനെ, ചുമ്മാ കാക്കയും പൂച്ചയും കളിയല്ല, ടോമാഞ്ചേരി കളിയല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് രാവിലെ അതിൻ്റെ ഗൗരവം പിടികിട്ടിയ നീ കുറെ കൂടെ ആത്മാർത്ഥമായി ഇന്ന് പകൽ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ട മോനെ, ഹല്ലേലൂയ. കണ്ടോ, യേശു പറയുകയാണ്, പിതാവെ സൂക്ഷിച്ചോണേ. എന്നിട്ട് ദൈവം പറഞ്ഞു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, നീ ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ലോകത്തെ ജയിച്ച ഒരു നാമം കൂടെ ഞാൻ നിനക്ക് തന്നിട്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത്. Praise the Lord. പ്രാർത്ഥിക്കാമെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ആ ദൂതുകൾ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്നു. കർത്താവ് പറയാണ്, ഞാനോ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരികയാണ്, അവരോ ലോകത്തിരിക്കുന്നു, ഞാനോ വരുന്നു, അവരോ ലോകത്തിലിരിക്കുന്നു. പിതാവേ നീ അവരെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത വാക്യം യേശു പറഞ്ഞു, ആ പ്രാർത്ഥനയാണ് എന്നെ സൂക്ഷിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുന്ന വാചക പ്രാർത്ഥനയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ അവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് ആ പ്രാർത്ഥനയിൽ നീ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ജനിക്കാൻ പോകുന്നതിൻ്റെ കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം കണ്ടിട്ടൊരു കർത്താവ് ഒരു പ്രാർത്ഥിച്ചു, പിതാവേ ഇവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. നിന്റെ പ്രാർത്ഥനയൊന്നും അല്ല നിന്നെ സൂക്ഷിക്കുന്നേ. എടാ, നീ ഉറക്കം തൂങ്ങിയ, നീ പ്രാർത്ഥിച്ചിട്ടില്ല. നീ പോലും പ്രാർത്ഥിക്കാൻ മടിച്ച രാത്രികളിൽ, നീ കിടന്ന് ഉറങ്ങിയ രാത്രികളിൽ ശത്രു തൊടുത്തുവിട്ട അസ്ത്രങ്ങളെ നിന്റെ മേൽ കൊള്ളാതെ സൂക്ഷിച്ചെന്നാരെന്നറിയാമോ? നിനക്കും പിതാവിനും മുമ്പിൽ ഒരു മധ്യസ്ഥനായി ഇന്ന് നിൽക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന. ഈ രാത്രി പ്രതികരിക്കുക. ഇന്ന് പകൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക. നിനക്കൊന്നും പറ്റാതെ, നിന്റെ കുടുംബത്തിനൊന്നും ഇത് ഭയങ്കര അഭിഷേകം. കരങ്ങളെ തട്ടി ആത്മാ നിറവിലെന്ന് ആരാധിച്ച് ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ ഈ പകർന്ന് അനുഭവിക്കുന്നുണ്ട്? എത്ര പേരുടെ ശരീരത്തിൽ തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവനെ? സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ ഉപവാസങ്ങളല്ല. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ പ്രാർത്ഥനകളല്ല. നീ എന്തോ പ്രാർത്ഥിച്ചെന്ന് നീ പ്രാർത്ഥിക്കാൻ മടിയന്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ മടുത്തുപോയ രാത്രികളിലും ഒരു സംരക്ഷണ ഭിത്തി തീർപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഇന്ന് മധ്യസ്ഥനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക്
നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എടാ ശീമോനെ, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചതാ. ആമേ, നീ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, നീ മടുത്ത് കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചതാ. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിയാം. ആമേ, ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ വിട്ടുകൊടുക്കാത്ത പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങൾ തന്നെ ദൈവാത്മാവിനാൽ നീ സ്പർശിക്കപ്പെടുകയാണ്. ആരും കാണാനൊന്നും നിരാവരും ഇരിക്കണ്ട, ആരും കേൾക്കാനും ഇരിക്കണ്ട. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ മുറിക്കകത്ത് ചെയ്തെടുക്കണം. ഭയങ്കരമായ ഒരു സ്പർശനത്തിനായി ഇന്ന് പകൽ നീ കൊതിച്ചോണം. മണ്ണോട് മണ്ണായി നീ ചേരേണ്ട ദിവസങ്ങൾ, ആമേൻ, നിന്റെ അസ്ഥികൂടം പോലെ നീ ജീവനോടെ കാണാൻ തുടങ്ങല്ല. ആമേൻ, അതുവരെ ദ്രവിച്ച് തീരേണ്ടതാ. പക്ഷെ ഇന്നും നീ ജീവനോട് ഇരിക്കുന്നതിന്റെ പുറകിലെ കാരണം ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയല്ല. മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് വന്ന പുത്രന്റെ പ്രാർത്ഥന. ആമേ, നിന്റെ ഒരു മുടി പോലും ഇനി താഴെ വീഴത്തില്ല. ആമേ, നിന്നെ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്, നിന്നെ പിതാവ് സംരക്ഷിച്ചിരിക്കുക. വിശ്വസിക്കാവോ? നന്ദി പറയാൻ പറ്റുന്നവരെന്ന് നന്ദി പറ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച പ്രിയരെ, ഭയങ്കര ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ചില തൊടട്ടെ, നിമിഷങ്ങളിൽ ദൈവം തൊടട്ടെ. ആരും ഒന്നും പിടിച്ചു വെക്കരുത്. ഇത് അങ്ങനെ ഒരു സമയമല്ലത്. അമ്മേ, നിന്റെ തലമുറ സ്കൂളിൽ പോയപ്പോൾ, നിന്റെ തലമുറകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയപ്പോൾ, അമ്മേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധിയും ഒന്നുമല്ല അവളെ സൂക്ഷിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിന്റെ കറുത്ത ദിനരാത്രങ്ങളിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപൗരോഹിത പ്രാർത്ഥന, ഈ പകൽ ആ പ്രാർത്ഥനയുടെ സംരക്ഷണം നിനക്കുള്ളിടത്തോളം കാലം, ആമേ, നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ നീ വിശ്വസിച്ച് ദൈവം. Praise God. Praise God. Hallelujah. Amen. 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 പത്രോസേ, കഴിഞ്ഞ 3.5 കൊല്ലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇനി ഞാൻ നിന്നെ വിട്ടുമാറാൻ പോകുക. ആമേൻ. ഇന്ന് വരെ നീ കാണാത്ത പ്രതിസന്ധികൾ നീ അഭിമുഖീകരിക്കാൻ പോകുക. ഇന്ന് വരെ നേരിട്ടിട്ടാത്ത പ്രതിസന്ധികളിലേക്ക് നീ പോകാൻ പോകുക. ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട്, പക്ഷെ നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടനെ പോലെ ഞാൻ അയക്കാൻ പോകുക. ആമേൻ. ഞാൻ നിന്നെ തുറന്നു വിടാൻ പോകുക. നിനക്കൊന്നും പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. നിന്നെ പറ്റാതെ സൂക്ഷിക്കുക ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നിന്നെ തുടരുതെന്ന് ഞാൻ ആത്മമണ്ഡലങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്കതിന് ഒരു ചെറുവിരലനക്ക് കത്തട്ടെ. വചനത്തിന്റെ ഒരു തീ ഇന്ന് മകളുടെ കത്തട്ടെ. വചനത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് മകൾ ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മകൾ ആത്മാവിൽ പ്രതികരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. 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 അഭിഷേകത്തിന്റെ ശക്തിയും ആത്മനിറവിന്റെ പൂർണ്ണതകളും ഇന്ന് മകളുടെ വെളിപ്പെട്ട് ഇറങ്ങട്ടെ. പ്രാപിക്കുക, 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 പ്രാപിക്കുക. ഉദജലമനഗദര ശഗദരഗമനഗദരാജര ശാലാദരാദര. ആത്മപകർച്ചയുടെ നിമിഷങ്ങളായി ശാന്തര കാലമോറോഷിയാന്തര സുരലഭ ശാന്തര കാലിമന ശാനിയാന്തര തലറബ ശാന്തര. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക.
ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും ആമേൻ, നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല പ്രിയപ്പെട്ടവനെ. നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഒരു സൈന്യം ഇന്ന് രാവിലെ നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, ഒരു സൈന്യം മുഴുവൻ ഇത് മകൻ നിനക്കെതിരെ പാളയം ഇറങ്ങി നിന്നാലും നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. വിശ്വസിക്കുക, വിശ്വസിക്കുക. ആത്മനിറവിലെന്ന് പ്രതികരിച്ചു. ഈ മണിക്കൂറുകൾ നിന്റെ സുരക്ഷിതത്വം വർദ്ധിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നിന്നെ അലട്ടുന്ന ഭീതികൾ നിന്നെ വിട്ടു മാറുകയാണ്. ഈ മണിക്കൂറുകളിൽ നിനക്ക് ഒരു വലിയ സംരക്ഷണ ദൈവം തരികയാണ്. Jesus, 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 Jesus. പത്രോസേ, നിന്നെ നോക്കി യേശു പറഞ്ഞ പദം നിനക്ക് ഓർമ്മയില്ലേ?
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ എന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. ഓ ഹല്ലേലൂയ. ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. കരങ്ങൾ ശുദ്ധീകരിക്കട്ടെ. കരങ്ങൾ എന്റെ പാദങ്ങൾ പാദങ്ങൾ പാദകൾ വെണ്മയായി തീരട്ടെ. എന്റെ കരങ്ങൾ ശുദ്ധീകരിക്കണമേ. Wonderful Holy Spirit. Oh, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. വലിയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു ഇവിടെ വന്നത് നമ്മുടെ ചിരിക്കുന്ന മുഖം കാണാനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു വന്നത് എൻ്റെ ചിരിക്കുന്ന മുഖം കാണാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് ചോദിക്കുക, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചേ. സന്തോഷമുണ്ടോ? പറ, സന്തോഷിച്ചിരിക്കണമെന്ന് പറ. സന്തോഷിച്ചിരിക്കണം, സന്തോഷിച്ചിരിക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാമോ? ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. ഇന്ന് പകൽ നമ്മൾ ശക്തി പുതുക്കുന്ന ഒരു പകലാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ എൻ്റെ ശക്തി പുതുകുന്ന പകലാണ്. ഹല്ലേലൂയ. വെറുതെ എൻ്റെ കർത്താവ് ഇന്ന് പകൽ എന്നെ വിടത്തില്ല, എന്തെങ്കിലും തന്നേ വിടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആശയുണ്ട്? എൻ്റെ യേശു വന്നത് എനിക്ക് ചിലത് തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നിറയ്ക്കാൻ യേശു ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് തുറന്ന് വെച്ചു കൊടുത്താൽ മതി. യേശു നിറയ്ക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. 21 ദിവസക്കാലം ഹല്ലേലൂയ ഒരു മതിൽ കെട്ടി ഹല്ലേലൂയ സ്തോത്രം ഇടിവിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ചെറിയ സഭയ്ക്ക് കർത്താവ് ഭാഗ്യം തന്നു. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഈ പട്ടണത്തിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ഒരു മഹാഭാഗ്യമാണെന്ന് അകത്തളങ്ങളിൽ ബോധമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം പറയാവോ? ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തോട് കൂടെ 21 ദിവസം ഇരിക്കാൻ ഭാഗ്യം തന്ന കർത്താവ്. ഇതൊരു മഹാഭാഗ്യമല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാകണം. കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാകുന്നു. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തത്, ഞങ്ങൾ ഇന്ന് വരെ കാണാത്തത് ആത്മീയ വെളിപ്പാടുകൾ ഞങ്ങളോട് സംസാരിക്കുവാൻ ആ പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ശക്തിയോടെ എന്ന് ബലപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ബലപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയുടെ അറ്റത്തോളം നിന്റെ സാക്ഷ്യമാകുവാനുള്ള വലിയ ശക്തിയെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് നന്ദി. ഒരുമിച്ചൊരു പകൽ കൂടെ ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയുന്നു. ശിശാൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി ശിശാൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു വരികയും വചനം കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ നിങ്ങളോടുള്ള വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ചില സമയങ്ങൾ നമുക്ക് ദൈവത്തിന് മുമ്പായി ആയിരിക്കാം. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവിൽ നിന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു? ആമേൻ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അതോ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ പകൽ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് പകലും രാത്രിയിലും അഭിഷേകത്തെക്കുറിച്ചായിരിക്കും ഇന്നലെ പകലും രാത്രിയിൽ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എഫേഷ്യൻസ് ഓൺ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഈ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടതിന് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. എല്ലാ വായകൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. മനഃപൂർവ്വമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, അതിന്ന് രാവിലെ ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ ദൈവാത്മാവെ ഞങ്ങൾക്ക് അവസരം തരണമേ. ഷാലറിയാന്തര മമക ഷ്യാന്തര ധരാധര. നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. തുറമാനം നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ മുഴുവൻ നിനക്ക് ദൈവത്തിൻ്റെ വചനസ്ഥലായിരിക്കുവാൻ
കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ ദൈവം തന്നാട്ട്. എല്ലാ മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അജ്ഞത നമ്മുടെ ഇടയിലുണ്ട്. അമ്മേ, കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല പ്രിയപ്പെട്ടവർക്കും ചില ഏരിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലൊക്കെ കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്തകൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. വചനം കേൾക്കുക, വചനത്തെ അയവിറക്കുക, വെളിപ്പാട് സ്വീകരിക്കുക. ആമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആമേ, പരിശുദ്ധാത്മാവിന് എന്തിനാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ആദ്യ ഗഡുവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അത് നമുക്കൊന്നൊരു ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 പത്രോസ്, ആമേൻ, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 പത്രോസ് 1-ന്റെ 4-ാം വാക്യം എന്താ വായിച്ചേക്കുന്നത്? 1 പത്രോസ് 1-ന്റെ 4. അത് ഭയങ്കര പ്രധാനപ്പെട്ട വാക്യം. അത് തന്നെ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. മതി. നിങ്ങൾക്കല്ലോ വാക്യം പിടികിട്ടിയോ? നിങ്ങളെന്താ ഗൗരവത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വാക്യം പിടികിട്ടിയോ ഇല്ലയോ? ഹലോ, ഒന്ന് പറഞ്ഞ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടിയോ? 1-2 പ്രാവശ്യം വായിക്കും, വീണ്ടും പിടികിട്ടി. നമ്മളത് വായിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. ആമേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആമേൻ. മനസ്സിലായവർക്ക് ആമേൻ, ഇതിപ്പം പിടികിട്ടി. ആമേ, ഇതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആമേ, ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ കയ്യടിയും ചുമ്മാ പാട്ടും ചുമ്മാ ബഹളമൊന്നും അല്ല ആത്മപകർച്ച, ആത്മശക്തി എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ പദം പറഞ്ഞ്. അന്ത്യകാലത്ത്, നിങ്ങൾക്കത് പിടികിട്ടണം, അതാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. സഹോദരി, നീ കണ്ടതോ നീ കേട്ടതൊന്നും അല്ല, നിന്നിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ഭയങ്കര കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ മേൽ സംഭവിക്കാനിരിക്കുന്ന ഒരു അസാധാരണമായ സംഗതിയുണ്ട്. ആമേ, അതിന്നല്ല, അത് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ആമേ, ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചം എന്ന് പറയുന്നത്, ആമേ, നിന്റെ ഏറ്റവും വലിയ മതിൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ഒരു സംരക്ഷണ വചനമാണ്. ആമേ, പ്രിയപ്പെട്ടവനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അതിനെ പൊളിക്കാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ പിശാചും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്കെന്ന് രാവിലെ ദൂത് പിടികിട്ടിയേ? ഞാൻ പദം പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമ്മേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല നീ ജീവനോട് ഇരിക്കുന്നത്. നിന്നെ സൂക്ഷിക്കാൻ മറ്റാരോ നീ അറിയാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ കഴിവുകളോ നിന്റെ പ്രാപ്തിയോ നിന്റെ മിടുക്കോ അല്ല ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന. ആമേ, ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുന്ന ആമേൻ അസാധാരണമായൊരു ദൈവത്തിൻ്റെ മഹത്വം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നീ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ശ്രദ്ധിച്ചേ, ഞാൻ ഈ പദങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് കയറാൻ വളരെ പെട്ടെന്ന് ശ്രമിക്കാം. ആമേ, ഇഷ്ടം പോലെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം ശിഷ്യന്മാർ നടന്നു. ആമേ, 3.5 വർഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചതുപോലെ പല കാര്യങ്ങൾ അവർക്ക് പിടികിട്ടില്ല, പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓടി വന്നേ മോനെ പറയട്ടെ, ഓടിയോ. ഇത് യേശുവാണ്. ഇന്നലെ യേശു വേറെ ആളായിരുന്നു, ഇന്ന് യേശു ഞാൻ തന്നെയാണ്. യേശു ഇതാണ്. ഇത് പത്രോസാണ്. ഹല്ലേലൂയ. ഇവൻ കൂടെ നടന്ന് അപ്പവും വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കൂടെ നടക്കുന്ന പത്രോസിനോട് യേശു പറയുകയാണ്, പിതാവിൻ്റെ ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 16, 17, 18 അധ്യായങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, പിതാവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്.
ഇവരോ ലോകത്തിലിരിക്കുന്നു. ആമേൻ. പക്ഷെ ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്, ഇവർ ലോകത്തിലിരിക്കുന്നു. പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആമേൻ ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം നിമിത്തം അവരെ സൂക്ഷിച്ചോണേ. Praise the Lord. Praise the Lord. ഇന്ന് പകൽ വചനം തിരിച്ചറിയുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആമേ. പ്രിയപ്പെട്ടവനെ, ചുമ്മാ കാക്കയും പൂച്ചയും കളിയല്ല. ആമേ. ടോമാഞ്ചേരി കളിയല്ല ക്രിസ്തീയ ജീവിതം. ആമേ. ഇന്ന് രാവിലെ അതിൻ്റെ ഗൗരവം പിടികിട്ടിയ നീ കുറെ കൂടെ ആത്മാർത്ഥമായി ഇന്ന് പകൽ കർത്താവിനെ സേവിക്കും. ആമേ. പ്രിയപ്പെട്ട മോനെ, ഹല്ലേലൂയ. കണ്ടോ, യേശു പറയുകയാണ്, ആമേൻ, പിതാവെ സൂക്ഷിച്ചോണേ. എന്നിട്ട് ആമേൻ, ദൈവം പറഞ്ഞു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്. ആമേ. നീ ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേ. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ആമേ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ലോകത്തെ ജയിച്ച ഒരു നാമം കൂടെ ഞാൻ നിനക്ക് തന്നിട്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമെങ്കിൽ ആമേൻ. വാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ആ ദൂതുകൾ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്നു. കർത്താവ് പറയാണ്, ഞാനോ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരികയാണ്, അവരോ ലോകത്തിരിക്കുന്നു, ഞാനോ വരുന്നു, അവരോ ലോകത്തിലിരിക്കുന്നു. ആമേ. പിതാവേ, നീ അവരെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത വാക്യം യേശു പറഞ്ഞു, ആ പ്രാർത്ഥനയാണ് എന്നെ സൂക്ഷിക്കുന്നത്. ആമേ. ഒന്നാമത്തെ സെന്റൻസ് അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുന്ന വാചക പ്രാർത്ഥനയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് മോനെ, ആ പ്രാർത്ഥനയിൽ നീ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ജനിക്കാൻ പോകുന്നതിൻ്റെ കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. ആമേ. ഇവരെ എല്ലാം കണ്ടിട്ടൊരു കർത്താവ് ഒരു പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രാർത്ഥനയൊന്നും അല്ല നിന്നെ സൂക്ഷിക്കുന്നേ. ആമേ. എടാ, നീ ഉറക്കം തൂങ്ങിയ, നീ പ്രാർത്ഥിച്ചിട്ടില്ല. ആമേ. നീ പോലും പ്രാർത്ഥിക്കാൻ മടിച്ച രാത്രികളിൽ, നീ കിടന്ന് ഉറങ്ങിയ രാത്രികളിൽ ശത്രു തൊടുത്തുവിട്ട അസ്ത്രങ്ങളെ നിന്റെ മേൽ കൊള്ളാതെ സൂക്ഷിച്ചെന്നാരെന്നറിയാമോ? ആമേ. നിനക്കും പിതാവിനും മുമ്പിൽ ഒരു മധ്യസ്ഥനായി ഇന്ന് നിൽക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന. ഈ രാത്രി പ്രതികരിക്കുക. ഇന്ന് പകൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക. നിനക്കൊന്നും പറ്റാതെ, നിന്റെ കുടുംബത്തിനൊന്നും ഇത് ഭയങ്കര അഭിഷേകം. കരങ്ങളെ തട്ടി ആത്മാ നിറവിലെന്ന് ആരാധിച്ച് ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ ഈ പകർന്ന് അനുഭവിക്കുന്നുണ്ട്? എത്ര പേര് ശരീരത്തിൽ തിരിച്ചറിയുന്നുണ്ട്? പ്രിയപ്പെട്ടവനെ, ആമേൻ. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ ഉപവാസങ്ങളല്ല. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ പ്രാർത്ഥനകളല്ല. നീ എന്തോ പ്രാർത്ഥിച്ചെന്ന്, ആമേ, നീ പ്രാർത്ഥിക്കാൻ മടിയന്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ മടുത്തുപോയ രാത്രികളിലും, ആമേ, ഒരു സംരക്ഷണ ഭിത്തി തീർപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഇന്നും മധ്യസ്ഥനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എടാ ശീമോനെ, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചതാ. ആമേ. നീ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, നീ മടുത്ത് കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചതാ. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിയാം. ആമേ. ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ വിട്ടുകൊടുക്കാത്ത പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങൾ തന്നെ ദൈവാത്മാവിനാൽ നീ സ്പർശിക്കപ്പെടുകയാണ്. ആരും കാണാനൊന്നും നിരാവരും ഇരിക്കണ്ട, ആരും കേൾക്കാനും ഇരിക്കണ്ട. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ മുറിക്കകത്ത് ചെയ്തെടുക്കണം. ഭയങ്കരമായ ഒരു സ്പർശനത്തിനായി ഇന്ന് പകൽ നീ കൊതിച്ചോണം. മണ്ണോട് മണ്ണായി നീ ചേരേണ്ട ദിവസങ്ങൾ, ആമേൻ, നിന്റെ അസ്ഥികൂടം പോലെ നീ ജീവനോടെ കാണാൻ തുടങ്ങല്ല. ആമേൻ. അതുവരെ ദ്രവിച്ച് തീരേണ്ടതാ. പക്ഷെ ഇന്നും നീ ജീവനോട് ഇരിക്കുന്നതിന്റെ പുറകിലെ കാരണം ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയല്ല.
മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് വന്ന പുത്രന്റെ പ്രാർത്ഥന, ആമേ, നിന്റെ ഒരു മുടി പോലും ഇനി താഴെ വീഴത്തില്ല. ആമേ, നിന്നെ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്, നിന്നെ പിതാവ് സംരക്ഷിച്ചിരിക്കുക. വിശ്വസിക്കാവോ? നന്ദി പറയാൻ പറ്റുന്നവരെന്ന് നന്ദി പറ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച പ്രിയരെ, ഭയങ്കര ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ചില തൊടട്ടെ, നിമിഷങ്ങളിൽ ദൈവം തൊടട്ടെ. ആരും ഒന്നും പിടിച്ചു വെക്കരുത്. ഇത് അങ്ങനെ ഒരു സമയമല്ലത്. അമ്മേ, നിന്റെ തലമുറ സ്കൂളിൽ പോയപ്പോൾ, നിന്റെ തലമുറകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയപ്പോൾ, അമ്മേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധിയും ഒന്നുമല്ല അവളെ സൂക്ഷിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിന്റെ കറുത്ത ദിനരാത്രങ്ങളിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപൗരോഹിത പ്രാർത്ഥന, ഈ പകൽ ആ പ്രാർത്ഥനയുടെ സംരക്ഷണം നിനക്കുള്ളിടത്തോളം കാലം, ആമേ, നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ നീ വിശ്വസിച്ച് ദൈവം. Praise God. Praise God. Hallelujah. Amen. 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 പത്രോസേ, കഴിഞ്ഞ 3.5 കൊല്ലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇനി ഞാൻ നിന്നെ വിട്ടുമാറാൻ പോകുക. ആമേൻ. ഇന്ന് വരെ നീ കാണാത്ത പ്രതിസന്ധികൾ നീ അഭിമുഖീകരിക്കാൻ പോകുക. ഇന്ന് വരെ നേരിട്ടിട്ടാത്ത പ്രതിസന്ധികളിലേക്ക് നീ പോകാൻ പോകുക. ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട്, പക്ഷെ നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടനെ പോലെ ഞാൻ നിന്നെ അയക്കാൻ പോകുക. ആമേൻ. ഞാൻ നിന്നെ തുറന്നു വിടാൻ പോകുക. നിനക്കൊന്നും പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. നിന്നെ പറ്റാതെ സൂക്ഷിക്കുക ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നിന്നെ തുടരുതെന്ന് ഞാൻ ആത്മമണ്ഡലങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്കതിന് ഒരു ചെറുവിരലനക്ക് കത്തട്ടെ. വചനത്തിന്റെ ഒരു തീ ഇന്ന് മകളുടെ കത്തട്ടെ. വചനത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് മകൾ ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മകൾ ആത്മാവിൽ പ്രതികരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. 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 അഭിഷേകത്തിന്റെ ശക്തിയും ആത്മനിറവിന്റെ പൂർണ്ണതകളും ഇന്ന് മകളുടെ വെളിപ്പെട്ട് ഇറങ്ങട്ടെ. പ്രാപിക്കുക, 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 പ്രാപിക്കുക. ഉദജലമനഗദര ശഗദരഗമനഗദരാജര ശാലാദരാദര. ആത്മപകർച്ചയുടെ നിമിഷങ്ങളായി ശാന്തര കാലമോറോഷിയാന്തര തുരലബ ശാന്തര കാലിമന ശാനിയാന്തര തലറബ ശാന്തര. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും ആമേൻ, നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. പ്രിയപ്പെട്ടവനെ, നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഒരു സൈന്യം ഇന്ന് രാവിലെ നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, ഒരു സൈന്യം മുഴുവൻ ഇത് മകൻ നിനക്കെതിരെ പാളയം ഇറങ്ങി നിന്നാലും നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. വിശ്വസിക്കുക, വിശ്വസിക്കുക. ആത്മനിറവിലെന്ന് പ്രതികരിച്ചു. ഈ മണിക്കൂറുകൾ നിന്റെ സുരക്ഷിതത്വം വർദ്ധിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നിന്നെ അലട്ടുന്ന ഭീതികൾ നിന്നെ വിട്ടുമാറുകയാണ്. ഈ മണിക്കൂറുകളിൽ നിനക്ക് ഒരു വലിയ സംരക്ഷണ ദൈവം തരികയാണ്. Jesus, 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 Jesus,
Jesus, Jesus, Jesus, Jesus. പത്രോസേ, നിന്നെ നോക്കി യേശു പറഞ്ഞ പദം നിനക്ക് ഓർമ്മയില്ലേ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. ഓ ഹല്ലേലൂയ. ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. Yeah.
ഹൃദയത്തിൽ നിന്ന് ധ്യാനത്തോടെ ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കരങ്ങൾ ശുദ്ധീകരിക്കട്ടെ. കരങ്ങൾ എന്റെ പാദങ്ങൾ 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 വെണ്മയായി തീരട്ടെ. എന്റെ കരങ്ങൾ wonderful Holy Spirit. Oh, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്, വലിയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു ഇവിടെ വന്നത് നമ്മുടെ ചിരിക്കുന്ന മുഖം കാണാനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു വന്നത് എൻ്റെ ചിരിക്കുന്ന മുഖം കാണാനാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് ചോദിക്കുക, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചേ. സന്തോഷമുണ്ടോ? പറ, സന്തോഷിച്ചിരിക്കണമെന്ന് പറ. സന്തോഷിച്ചിരിക്കണം, സന്തോഷിച്ചിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാമോ? ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. ഇന്ന് പകൽ നമ്മൾ ശക്തി പുതുക്കുന്ന ഒരു പകലാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ എൻ്റെ ശക്തി പുതുകുന്ന പകലാണ്. ഹല്ലേലൂയ. വെറുതെ എൻ്റെ കർത്താവ് ഇന്ന് പകൽ എന്നെ വിടത്തില്ല, എന്തെങ്കിലും തന്നേ വിടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആശയുണ്ട്? എൻ്റെ യേശു വന്നത് എനിക്ക് ചിലത് തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നിറയ്ക്കാൻ യേശുവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് തുറന്ന് വെച്ചു കൊടുത്താൽ മതി. യേശു നിറയ്ക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിൻ്റെ 21ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. 21 ദിവസക്കാലം ഹല്ലേലൂയ ഒരു മതിൽ കെട്ടി ഹല്ലേലൂയ സ്തോത്രം ഇടിവിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ചെറിയ സഭയ്ക്ക് കർത്താവ് ഭാഗ്യം തന്നു. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഈ പട്ടണത്തിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ഒരു മഹാഭാഗ്യമാണെന്ന് അകത്തളങ്ങളിൽ ബോധമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറയാവോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തോട് കൂടെ 21 ദിവസം ഇരിക്കാൻ ഭാഗ്യം തന്നു കർത്താവ്. ഇതൊരു മഹാഭാഗ്യമല്ലേ? ഹല്ലേലൂയ.
ഇന്ന് പകൽ നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാകണം. കണ്ണുകൾ അടച്ചാട്ടെ, നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാകുന്നു. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തത്, ഞങ്ങൾ ഇന്ന് വരെ കാണാത്തത് ആത്മീയ വെളിപ്പാടുകൾ ഞങ്ങളോട് സംസാരിക്കുവാൻ ആ പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ശക്തിയോടെ എന്ന് ബലപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ബലപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽപ്പാൻ, ഹല്ലേലൂയ, ഇവിടെ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയുടെ അറ്റത്തോളം നിന്റെ സാക്ഷ്യമാകുവാനുള്ള വലിയ ശക്തിയെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് നന്ദി. ഒരുമിച്ചൊരു പകൽ കൂടെ ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയുന്നു. ശിശാൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി ശിശാൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു വരികയും വചനം കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ നിങ്ങളോടുള്ള വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ചില സമയങ്ങൾ നമുക്ക് ദൈവത്തിന് മുമ്പായി ആയിരിക്കാം. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവിൽ നിന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു? ആമേൻ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അതോ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ പകൽ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് പകലും രാത്രിയിലും അഭിഷേകത്തെക്കുറിച്ചായിരിക്കും ഇന്നലെ പകലും രാത്രിയിലും നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എഫേഷ്യൻസ് ഓൺ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഈ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായകൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. മനഃപൂർവ്വമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, അതിന്ന് രാവിലെ ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ ദൈവാത്മാവെ ഞങ്ങൾക്ക് അവസരം തരണമേ. ഷാലറിയാന്തര മമക ഷ്യാന്തരാധരാധര. നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. തുറമാനം നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ മുഴുവൻ നിനക്ക് ദൈവത്തിൻ്റെ വചനസ്ഥലായിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ ദൈവം തന്നാട്ടെ. എല്ലാ മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അജ്ഞത നമ്മുടെ ഇടയിലുണ്ട്. അമ്മേ, കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല പ്രിയപ്പെട്ടവർക്കും ചില ഏരിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലൊക്കെ കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്തകൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. വചനം കേൾക്കുക, വചനത്തെ അയവിറക്കുക, വെളിപ്പാട് സ്വീകരിക്കുക. ആമേ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആമേ. പരിശുദ്ധാത്മാവിന് എന്തിനാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ആദ്യ ഗഡുവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അത് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 പത്രോസ്, ആമേൻ, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 പത്രോസ് 1-ന്റെ 4-ാം വാക്യം എന്താ വായിച്ചേക്കുന്നത്? 1 പത്രോസ് 1-ന്റെ 4. അത് ഭയങ്കര പ്രധാനപ്പെട്ട വാക്യം. അത് തന്നെ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. മതി. നിങ്ങൾക്കല്ലോ വാക്യം പിടികിട്ടിയോ? നിങ്ങളെന്താ ഗൗരവത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വാക്യം പിടികിട്ടിയോ ഇല്ലയോ?
ഹലോ, ഒന്ന് പറഞ്ഞ അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടിയോ? 1-2 പ്രാവശ്യം വായിക്കുമ്പോൾ വീണ്ടും പിടികിട്ടി. നമ്മളത് വായിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത. ആമേ. ഒന്നുകൂടെ പറഞ്ഞേ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ പറഞ്ഞേ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആമേൻ. മനസ്സിലായവർക്ക് ആമേൻ ഇതിപ്പം പിടി കിട്ടി. ആമേ. ഇതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആമേ. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ കയ്യടിയും ചുമ്മാ പാട്ടും ചുമ്മാ ബഹളമൊന്നും അല്ല ആത്മപകർച്ച, ആത്മശക്തി എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ പദം പറഞ്ഞ്, അന്ത്യകാലത്ത്. നിങ്ങൾക്കത് പിടികിട്ടണം, അതാണ് ഞാൻ പ്രസംഗം. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. സഹോദരി, നീ കണ്ടതോ നീ കേട്ടതൊന്നും അല്ല, നിന്നിൽ സംഭവിക്കാനിരിക്കുന്നൊരു ഭയങ്കര കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ മേൽ സംഭവിക്കാനിരിക്കുന്ന ഒരു അസാധാരണമായ സംഗതിയുണ്ട്. ആമേ. അതിന്നല്ല, അത് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ആമേ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചം എന്ന് പറയുന്നത്, ആമേ, നിന്റെ ഏറ്റവും വലിയ മതിൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ഒരു സംരക്ഷണ വചനമാണ്. ആമേ. പ്രിയപ്പെട്ടവനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക, അതിനെ പൊളിക്കാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ പിശാചും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആർക്കെന്ന് രാവിലെ ദൂത് പിടികിട്ടിയേ? ഞാൻ പദം പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആമേ. ഒന്നുകൂടെ പറഞ്ഞേ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല നീ ജീവനോട് ഇരിക്കുന്നത്. നിന്നെ സൂക്ഷിക്കാൻ മറ്റാരോ നീ അറിയാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ കഴിവുകളോ നിന്റെ പ്രാപ്തിയോ നിന്റെ മിടുക്കോ അല്ല ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന. ആമേ. ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുന്ന ആമേൻ അസാധാരണമായൊരു ദൈവത്തിൻ്റെ മഹത്വം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നീ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ശ്രദ്ധിച്ച്, ഞാൻ ഈ പദങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് കയറാൻ വളരെ പെട്ടെന്ന് ശ്രമിക്കുക. ആമേ. ഇഷ്ടം പോലെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം ശിഷ്യന്മാർ നടന്നു. ആമേ. 3.5 വർഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചതുപോലെ പല കാര്യങ്ങൾ അവർക്ക് പിടികിട്ടില്ല, പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഓടി വന്നേ മോനെ പറയട്ടെ, ഓടിയോ. ഇത് യേശുവാണ്. ഇന്നലെ യേശു വേറെ ആളായിരുന്നു, ഇന്ന് യേശു ഞാൻ തന്നെയാണ്. യേശു ഇതാണ്. ഇത് പത്രോസാണ്. ഹല്ലേലൂയ. ഇവൻ കൂടെ നടന്ന് അപ്പവും വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കൂടെ നടക്കുന്ന പത്രോസിനോട് യേശു പറയുകയാണ്, പിതാവിൻ്റെ ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 16, 17, 18 അധ്യായങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, പിതാവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഇവരോ ലോകത്തിലിരിക്കുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്, ഇവർ ലോകത്തിലിരിക്കുന്നു. പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? പിതാവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം നിമിത്തം അവരെ സൂക്ഷിച്ചോണേ. Praise the Lord. Praise the Lord. ഇന്ന് പകൽ വചനം തിരിച്ചറിയുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവനെ, ചുമ്മാ കാക്കയും പൂച്ചയും കളിയല്ല. ടോമാഞ്ചേരി കളിയല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് രാവിലെ അതിൻ്റെ ഗൗരവം പിടികിട്ടിയ നീ കുറെ കൂടെ ആത്മാർത്ഥമായി ഇന്ന് പകൽ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ട മോനെ, ഹല്ലേലൂയ. കണ്ടോ, യേശു പറയുകയാണ്, പിതാവെ സൂക്ഷിച്ചോണേ. എന്നിട്ട് ദൈവം പറഞ്ഞു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, നീ ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ലോകത്തെ ജയിച്ച ഒരു നാമം കൂടെ ഞാൻ നിനക്ക് തന്നിട്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാമെങ്കിൽ ഹല്ലേലൂയ.
ഹല്ലേലൂയ. എന്നെ ആ ദൂതുകൾ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്നു. കർത്താവ് പറയാണ്, ഞാനോ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരികയാണ്, അവരോ ലോകത്തിരിക്കുന്നു, ഞാനോ വരുന്നു, അവരോ ലോകത്തിലിരിക്കുന്നു. ആമേ. പിതാവേ, നീ അവരെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത വാക്യം യേശു പറഞ്ഞു, ആ പ്രാർത്ഥനയാണ് എന്നെ സൂക്ഷിക്കുന്നത്. ആമേ. ഒന്നാമത്തെ സെന്റൻസ് അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുന്ന വാചക പ്രാർത്ഥനയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, അവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് മോനെ ആ പ്രാർത്ഥനയിൽ നീ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ജനിക്കാൻ പോകുന്ന നിന്റെ കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. ആമേ. ഇവരെ എല്ലാം കണ്ടിട്ടൊരു കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. നിന്റെ പ്രാർത്ഥനയൊന്നും അല്ല നിന്നെ സൂക്ഷിക്കുന്നേ. ആമേ. എടാ, നീ ഉറക്കം തൂങ്ങിയ, നീ പ്രാർത്ഥിച്ചിട്ടില്ല. ആമേ. നീ പോലും പ്രാർത്ഥിക്കാൻ മടിച്ച രാത്രികളിൽ, നീ കിടന്ന് ഉറങ്ങിയ രാത്രികളിൽ ശത്രു തൊടുത്തുവിട്ട അസ്ത്രങ്ങളെ നിന്റെ മേൽ കൊള്ളാതെ സൂക്ഷിച്ചെന്നാരെന്നറിയാമോ? ആമേ. നിനക്കും പിതാവിനും മുമ്പിൽ ഒരു മധ്യസ്ഥനായി ഇന്ന് നിൽക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന. ഈ രാത്രി പ്രതികരിക്കുക. ഇന്ന് പകൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക. നിനക്കൊന്നും പറ്റാതെ, നിന്റെ കുടുംബത്തിനൊന്നും ഇത് ഭയങ്കര അഭിഷേകം. കരങ്ങളെ തട്ടി ആത്മാ നിറവിലെന്ന് ആരാധിച്ച് ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ ഈ പകർന്ന് അനുഭവിക്കുന്നുണ്ട്? എത്ര പേര് ശരീരത്തിൽ തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവനെ? ആമേൻ. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ ഉപവാസങ്ങളല്ല. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ പ്രാർത്ഥനകളല്ല. നീ എന്തോ പ്രാർത്ഥിച്ചെന്ന്. ആമേ. നീ പ്രാർത്ഥിക്കാൻ മടിയനാ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ മടുത്തുപോയ രാത്രികളിലും ആമേ, ഒരു സംരക്ഷണ ഭിത്തി തീർപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഇന്നും മധ്യസ്ഥനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എടാ ശീമോനെ, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചതാ. ആമേ. നീ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, നീ മടുത്ത് കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചതാ. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിയാം. ആമേനെ. ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ വിട്ടുകൊടുക്കാത്ത പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങൾ തന്നെ ദൈവാത്മാവിനാൽ നീ സ്പർശിക്കപ്പെടുകയാണ്. ആരും കാണാനൊന്നും രാവിലെ ഇരിക്കണ്ട, ആരും കേൾക്കാനും ഇരിക്കണ്ട. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ മുറിക്കകത്ത് ചെയ്തെടുക്കണം. ഭയങ്കരമായ ഒരു സ്പർശനത്തിനായി ഇന്ന് പകൽ നീ കൊതിച്ചോണം. മണ്ണോട് മണ്ണായി നീ ചേരേണ്ട ദിവസങ്ങൾ. ആമേൻ. നിന്റെ അസ്ഥികൂടം പോലെ നീ ജീവനോടെ കാണാൻ തുടങ്ങല്ല. ആമേൻ. അതുവരെ ദ്രവിച്ച് തീരേണ്ടതാ. പക്ഷെ ഇന്നും നീ ജീവനോട് ഇരിക്കുന്നതിന്റെ പുറകിലെ കാരണം ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയല്ല. മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് വന്ന പുത്രന്റെ പ്രാർത്ഥന. ആമേ. നിന്റെ ഒരു മുടി പോലും ഇനി താഴെ വീഴത്തില്ല. ആമേ. നിന്നെ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്. നിന്നെ പിതാവ് സംരക്ഷിച്ചിരിക്കുക. വിശ്വസിക്കാവോ? നന്ദി പറയാൻ പറ്റുന്നവരെന്ന് നന്ദി പറ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച പ്രിയരെ. ഭയങ്കര ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ചില തൊടട്ടെ. നിമിഷങ്ങളിൽ ദൈവം തൊടട്ടെ. ആരും ഒന്നും പിടിച്ചു വെക്കരുത്. ഇത് അങ്ങനെ ഒരു സമയമല്ലത്. അമ്മേ. നിന്റെ തലമുറ സ്കൂളിൽ പോയപ്പോൾ, നിന്റെ തലമുറകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയപ്പോൾ, അമ്മേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധിയും ഒന്നുമല്ല അവളെ സൂക്ഷിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. നീ പോലും അറിയാതെ
നിന്റെ കറുത്ത ദിനരാത്രങ്ങളിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപൗരോഹിത പ്രാർത്ഥന, ഈ പകൽ ആ പ്രാർത്ഥനയുള്ള സംരക്ഷണം നിനക്കുള്ളിടത്തോളം കാലം നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ നീ വിശ്വസിച്ച് ദൈവം. Praise God. Praise God. Hallelujah. Amen. 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 പത്രോസേ, കഴിഞ്ഞ 3.5 കൊല്ലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇനി ഞാൻ നിന്നെ വിട്ടുമാറാൻ പോകുക. ആമേൻ. ഇന്ന് വരെ നീ കാണാത്ത പ്രതിസന്ധികൾ നീ അഭിമുഖീകരിക്കാൻ പോകുക. ഇന്ന് വരെ നീ നേരിട്ടിട്ടാത്ത പ്രതിസന്ധികളിലേക്ക് നീ പോകാൻ പോകുക. ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട്, പക്ഷെ നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. ചെന്നായ്ക്കയുടെ നടുവിൽ കുഞ്ഞാടനെ പോലെ ഞാൻ അയക്കാൻ പോകുക. ആമേൻ. ഞാൻ നിന്നെ തുറന്നു വിടാൻ പോകുക. നിനക്കൊന്നും പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. നിന്നെ പറ്റാതെ സൂക്ഷിക്കാൻ ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നിന്നെ തുടരുതെന്ന് ഞാൻ ആത്മമണ്ഡലങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്കതിന് ഒരു ചെറുവിരനക്ക് കത്തട്ടെ. വചനത്തിന്റെ ഒരു തീ ഇന്ന് പകലൂടെ കത്തട്ടെ. വചനത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ആത്മാവിൽ പ്രതികരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. 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 അഭിഷേകത്തിന്റെ ശക്തിയും ആത്മനിറവിന്റെ പൂർണ്ണതകളും ഇന്ന് പകലൂടെ വെളിപ്പെട്ട് ഇറങ്ങട്ടെ. പ്രാപിക്ക, 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 പ്രാപിക്ക. ഉദജലമനഗദര ശഗദരഗമനഗദരാജര ശാലാദരാധന. ആത്മപകർച്ചയുടെ നിമിഷങ്ങളായി ശാന്തര കാലമോറോഷിയാന്തര സുരലഭ ശാന്തര കാലിമന ശാനിയാന്തര തലറബ ശാന്തര. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും ആമേൻ, നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. പ്രിയപ്പെട്ടവനെ, നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഒരു സൈന്യം ഇന്ന് രാവിലെ നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, ഒരു സൈന്യം മുഴുവൻ ഇന്ന് മകൻ നിനക്കെതിരെ പാളയം ഇറങ്ങി നിന്നാലും നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. വിശ്വസിക്കുക, വിശ്വസിക്കുക. ആത്മനിറവിലെന്ന് പ്രതികരിച്ചു. ഈ മണിക്കൂറുകൾ നിന്റെ സുരക്ഷിതത്വം വർദ്ധിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നിന്നെ അലട്ടുന്ന ഭീതികൾ നിന്നെ വിട്ടുമാറുകയാണ്. ഈ മണിക്കൂറുകളിൽ നിനക്ക് ഒരു വലിയ സംരക്ഷണ ദൈവം തരികയാണ്. Jesus, 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 Jesus. പത്രോസേ, നിന്നെ നോക്കി യേശു പറഞ്ഞ പദം നിനക്ക് ഓർമ്മയില്ലേ?
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ എന്റെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. ഓ ഹല്ലേലൂയ. ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ. കരങ്ങൾ ശുദ്ധീകരിക്കട്ടെ. കരങ്ങൾ എന്റെ പാദങ്ങൾ 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 വെണ്മയായി തീരട്ടെ. എന്റെ കരങ്ങൾ Wonderful Holy Spirit. Oh, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം.
ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്, വലിയ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു ഇവിടെ വന്നത് നമ്മുടെ ചിരിക്കുന്ന മുഖം കാണാനാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശു വന്നത് എൻ്റെ ചിരിക്കുന്ന മുഖം കാണാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് ചോദിക്കുക, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചേ. സന്തോഷമുണ്ടോ? പറ, സന്തോഷിച്ചിരിക്കണമെന്ന് പറ. സന്തോഷിച്ചിരിക്കണം, സന്തോഷിച്ചിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാമോ? ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. ഇന്ന് പകൽ നമ്മൾ ശക്തി പുതുക്കുന്ന ഒരു പകലാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ എൻ്റെ ശക്തി പുതുകുന്ന പകലാണ്. ഹല്ലേലൂയ. വെറുതെ എൻ്റെ കർത്താവ് ഇന്ന് പകൽ എന്നെ വിടത്തില്ല, എന്തെങ്കിലും തന്നേ വിടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആശയുണ്ട്? എൻ്റെ യേശു വന്നത് എനിക്ക് ചിലത് തരാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാപിക്കാൻ തയ്യാറാണോ? നിറയ്ക്കാൻ യേശു ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് തുറന്ന് വെച്ചു കൊടുത്താൽ മതി. യേശു നിറയ്ക്കുന്ന പകലാ. പ്രൈസ് ദി ലോർഡ്. ഉപവാസത്തിൻ്റെ 21-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. 21 ദിവസക്കാലം ഹല്ലേലൂയ ഒരു മതിൽ കെട്ടി ഹല്ലേലൂയ സ്തോത്രം ഇടിവിലിരുന്ന് പ്രാർത്ഥിപ്പാൻ ഒരു ചെറിയ സഭയ്ക്ക് കർത്താവ് ഭാഗ്യം തന്നു. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഈ പട്ടണത്തിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ദൈവത്തെ അറിയാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു മഹാഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഉപവസിക്കുന്നത് ഒരു മഹാഭാഗ്യമാണെന്ന് അകത്തളങ്ങളിൽ ബോധമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവസിക്കുന്നവൻ ദൈവത്തോട് കൂടെ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം പറയാവോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തോട് കൂടെ 21 ദിവസം ഇരിക്കാൻ ഭാഗ്യം തന്ന കർത്താവ്. ഇതൊരു മഹാഭാഗ്യമല്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിടുതലാകണം. കണ്ണുകൾ അടച്ചാട്ടെ. നമുക്കൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലാകുന്നു. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തത്, ഞങ്ങൾ ഇന്ന് വരെ കാണാത്തത് ആത്മീയ വെളിപ്പാടുകൾ ഞങ്ങളോട് സംസാരിക്കുവാൻ ആ പ്രിയപ്പെട്ടവനെ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങളത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ ശക്തിയോടെ എന്ന് ബലപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ബലപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി തീഷ്ണതയോടെ നിൽപ്പാൻ. ഹല്ലേലൂയ. ഇവിടെ മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയുടെ അറ്റത്തോളം നിന്റെ സാക്ഷ്യമാകുവാനുള്ള വലിയ ശക്തിയെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളുടെ മേൽ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് നന്ദി. ഒരുമിച്ചൊരു പകൽ കൂടെ ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിന് നന്ദി പറയുന്നു. ശിശാൽ ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഈ യോഗങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദി ശിശാൽ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നു വരികയും വചനം കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവർ നിങ്ങളോടുള്ള വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോടെ ചില സമയങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പായി ആയിരിക്കാം. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മീറ്റിംഗ് അനുഗ്രഹമായിരുന്നു? ആമേൻ. നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, അതോ നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്നലെ പകൽ മുതൽ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകത്തെക്കുറിച്ചാണ്. ഇന്നലെ രാത്രി മുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് പകലും രാത്രിയിലും അഭിഷേകത്തെക്കുറിച്ചായിരിക്കും ഇന്നലെ പകലും രാത്രിയിൽ നാം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ചേർന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഒരു വാക്യം വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. എഫേഷ്യൻസ് ഓൺ അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഈ ജനത്തിന് വേണ്ടി വ്യാപരിക്കുന്നവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അവർ തിരിച്ചറിയേണ്ടതിന് അല്പസമയം പ്രാർത്ഥിച്ചാട്ട്. എല്ലാ വായകൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ട്. മനഃപൂർവ്വമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവെ, അതിന്ന് രാവിലെ ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ ദൈവാത്മാവെ ഞങ്ങൾക്ക് അവസരം തരണമേ. ഷാലറിയാന്തര മമക ഷ്യാന്തരാധരാധര. നിറഞ്ഞ ദൈവസാന്നിധ്യത്തിന് നന്ദി പറയുന്നു. തുറമാനം നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽ മുഴുവൻ നിനക്ക് ദൈവത്തിൻ്റെ വചനസ്ഥലായിരിക്കുവാൻ, കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ ദൈവം തന്നാട്ട്. എല്ലാ മഹത്വം ഞങ്ങൾ തിരുവേനിക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ. വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി അജ്ഞത നമ്മുടെ ഇടയിലുണ്ട്. അമ്മേ, കഴിഞ്ഞ രാത്രിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പല പ്രിയപ്പെട്ടവർക്കും ചില ഏരിയയിൽ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചു. എന്നാൽ ഇന്ന് രാത്രിയിലൊക്കെ കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്തകൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പോവുകയാണ്. വചനം കേൾക്കുക, വചനത്തെ അയവിറക്കുക, വെളിപ്പാട് സ്വീകരിക്കുക. ആമേ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ആമേ, പരിശുദ്ധാത്മാവിന് എന്തിനാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രി നാം ചിന്തിച്ചു, നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങളുടെ ആദ്യ ഗഡുവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അത് നമുക്കൊന്നൊരു ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വചനത്തിലേക്ക് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. 1 പത്രോസ്, ആമേൻ, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 1 പത്രോസ് 1-ന്റെ 4-ാം വാക്യം എന്താ വായിച്ചേക്കുന്നത്? 1 പത്രോസ് 1-ന്റെ 4. അത് ഭയങ്കര പ്രധാനപ്പെട്ട വാക്യം. അത് തന്നെ, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. മതി. നിങ്ങൾക്കല്ലോ വാക്യം പിടികിട്ടിയോ? നിങ്ങളെന്താ ഗൗരവത്തോടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വാക്യം പിടികിട്ടിയോ ഇല്ലയോ? ഹലോ, ഒന്ന് പറഞ്ഞ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കു വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടിയോ? 1-2 പ്രാവശ്യം വായിക്കും, വീണ്ടും പിടികിട്ടി. നമ്മളത് വായിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തത്. ആമേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ. വല്ലതും പിടികിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ആമേൻ. മനസ്സിലായവർക്ക് ആമേൻ, ഇതിപ്പം പിടികിട്ടി. ആമേൻ. ഇതെങ്ങനെയെങ്കിലും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ കയ്യടിയും ചുമ്മാ പാട്ടും ചുമ്മാ ബഹളമൊന്നും അല്ല ആത്മപകർച്ച, ആത്മശക്തി എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ പദം പറഞ്ഞ്. അന്ത്യകാലത്ത്, നിങ്ങൾക്കത് പിടികിട്ടണം, അതാണ് ഞാൻ പ്രസംഗം. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. സഹോദരി, നീ കണ്ടതോ നീ കേട്ടതൊന്നും അല്ല, നിന്നിൽ സംഭവിക്കാനിരിക്കുന്നൊരു ഭയങ്കര കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ മേൽ സംഭവിക്കാനിരിക്കുന്ന ഒരു അസാധാരണമായ സംഗതിയുണ്ട്. ആമേ, അതിന്നല്ല, അത് വെളിപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. ആമേ, ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ഏറ്റവും വലിയ സംരക്ഷണ കവചം എന്ന് പറയുന്നത്, ആമേ, നിന്റെ ഏറ്റവും വലിയ മതിൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ഒരു സംരക്ഷണ വചനമാണ്. ആമേ. പ്രിയപ്പെട്ടവനെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അതിനെ പൊളിക്കാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ പിശാചും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആർക്കെന്ന് രാവിലെ ദൂത് പിടികിട്ടിയേ? ഞാൻ പദം പറയുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അമ്മേ, ഒന്നുകൂടെ പറഞ്ഞേ. അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷ. ഹല്ലേലൂയ. ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് കൊണ്ടല്ല നീ ജീവനോട് ഇരിക്കുന്നത്. നിന്നെ സൂക്ഷിക്കാൻ മറ്റാരോ നീ അറിയാതെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നിന്റെ കഴിവുകളോ നിന്റെ പ്രാപ്തിയോ നിന്റെ മിടുക്കോ അല്ല ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്ന. ആമേ, ഹല്ലേലൂയ. നിന്നെ സംരക്ഷിക്കുന്ന ആമേൻ അസാധാരണമായൊരു ദൈവത്തിൻ്റെ മഹത്വം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ നീ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ.
കർത്താവ് ശ്രദ്ധിച്ച് ഞാൻ ഈ പദങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വചനത്തിലേക്ക് കയറാൻ വളരെ പെട്ടെന്ന് ശ്രമിക്കാം. ആമേൻ. ഇഷ്ടം പോലെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം ശിഷ്യന്മാർ നടന്നു. ആമേ. 3.5 വർഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചതുപോലെ പല കാര്യങ്ങൾ അവർക്ക് പിടികിട്ടില്ല, പല കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഓടി വന്നേ മോനെ പറയട്ടെ, ഓടിയോ. ഇത് യേശുവാണ്. ഇന്നലെ യേശു വേറെ ആളായിരുന്നു, ഇന്ന് യേശു ഞാൻ തന്നെയാണ്. യേശു ഇതാണ്. ഇത് പത്രോസാണ്. ഹല്ലേലൂയ. ഇവൻ കൂടെ നടന്ന് അപ്പവും വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ കൂടെ നടക്കുന്ന പത്രോസിനോട് യേശു പറയുകയാണ് പിതാവിൻ്റെ ഒരു പ്രാർത്ഥന, മഹാപുരോഹിത പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 16, 17, 18 അധ്യായങ്ങളിൽ യേശു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, പിതാവേ ഞാൻ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയാണ്. ഇവരോ ലോകത്തിലിരിക്കുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്, ഇവർ ലോകത്തിലിരിക്കുന്നു. പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവേ നീ എനിക്ക് തന്നിട്ടുള്ള ആ നാമം നിമിത്തം അവരെ സൂക്ഷിച്ചോണേ. Praise the Lord. Praise the Lord. ഇന്ന് പകൽ വചനം തിരിച്ചറിയുന്നെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവനെ, ചുമ്മാ കാക്കയും പൂച്ചയും കളിയല്ല. ടോമാഞ്ചേരി കളിയല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് രാവിലെ അതിൻ്റെ ഗൗരവം പിടികിട്ടിയ നീ കുറെ കൂടെ ആത്മാർത്ഥമായി ഇന്ന് പകൽ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ട മോനെ, ഹല്ലേലൂയ. കണ്ടോ, യേശു പറയുകയാണ് പിതാവെ സൂക്ഷിച്ചോണേ. എന്നിട്ട് ദൈവം പറഞ്ഞു, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, നീ ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നീ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ലോകത്തെ ജയിച്ച ഒരു നാമം കൂടെ ഞാൻ നിനക്ക് തന്നിട്ടാണ് ഞാൻ നിന്നെ വിട്ടുപോകുന്നത്. Praise the Lord. പ്രാർത്ഥിക്കാമെങ്കിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ആ ദൂതുകൾ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിക്കുന്നു. കർത്താവ് പറയാണ്, ഞാനോ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരികയാണ്, അവരോ ലോകത്തിരിക്കുന്നു, ഞാനോ വരുന്നു, അവരോ ലോകത്തിലിരിക്കുന്നു. പിതാവേ നീ അവരെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത വാക്യം യേശു പറഞ്ഞു, ആ പ്രാർത്ഥനയാണ് എന്നെ സൂക്ഷിക്കുന്നത്. ഒന്നാമത്തെ സെന്റൻസ് അപ്പോസ്തലന്മാരെ സൂക്ഷിക്കുന്ന വാചക പ്രാർത്ഥനയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ അവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർക്ക് ആ പ്രാർത്ഥനയിൽ നീ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടായിരുന്നു, ആ പ്രാർത്ഥനയിൽ ജനിക്കാൻ പോകുന്നതിൻ്റെ കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം കണ്ടിട്ടൊരു കർത്താവ് ഒരു പ്രാർത്ഥിച്ചു, പിതാവേ ഇവരുടെ വചനത്താൽ എന്നെ അറിയാനിരിക്കുന്നവർക്കും കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. നിന്റെ പ്രാർത്ഥനയൊന്നും അല്ല നിന്നെ സൂക്ഷിക്കുന്നേ. എടാ, നീ ഉറക്കം തൂങ്ങിയ, നീ പ്രാർത്ഥിച്ചിട്ടില്ല. നീ പോലും പ്രാർത്ഥിക്കാൻ മടിച്ച രാത്രികളിൽ, നീ കിടന്ന് ഉറങ്ങിയ രാത്രികളിൽ ശത്രു തൊടുത്തുവിട്ട അസ്ത്രങ്ങളെ നിന്റെ മേൽ കൊള്ളാതെ സൂക്ഷിച്ചെന്നാരെന്നറിയാമോ? നിനക്കും പിതാവിനും മുമ്പിൽ ഒരു മധ്യസ്ഥനായി ഇന്ന് നിൽക്കുന്ന പിതാവിന്റെ പ്രാർത്ഥന. ഈ രാത്രി പ്രതികരിക്കുക. ഇന്ന് പകൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക. നിനക്കൊന്നും പറ്റാതെ, നിന്റെ കുടുംബത്തിനൊന്നും ഇത് ഭയങ്കര അഭിഷേകം. കരങ്ങളെ തട്ടി ആത്മാ നിറവിലെന്ന് ആരാധിച്ച് ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര പേർ ഈ പകർന്ന് അനുഭവിക്കുന്നുണ്ട്? എത്ര പേരുടെ ശരീരത്തിൽ തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവനെ? സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ ഉപവാസങ്ങളല്ല. സുഹൃത്തെ, നിന്നെ സൂക്ഷിക്കുന്നത് നിന്റെ പ്രാർത്ഥനകളല്ല. നീ എന്തോ പ്രാർത്ഥിച്ചെന്ന് നീ പ്രാർത്ഥിക്കാൻ മടിയന്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് പറയാൻ പറ്റും, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കാൻ മടുത്തുപോയ രാത്രികളിലും ഒരു സംരക്ഷണ ഭിത്തി തീർപ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിന്റെ മുമ്പിൽ ഇന്ന് മധ്യസ്ഥനായി നിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് നീ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബം ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എടാ ശീമോനെ, നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കളയാൻ ഒരുപാട് തവണ എന്നോട് ചോദിച്ചതാ. നീ കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ, നീ മടുത്ത് കിടക്കുമ്പോൾ എന്നോട് ചോദിച്ചതാ. പക്ഷേ നിന്റെ വിശ്വാസം പോയി പോകുമെന്നറിയാം. ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാവിലെ ദൈവം നിന്നെ വിട്ടുകൊടുക്കാത്ത പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വിട്ട്
ബ്രദറെ, ഈ പ്രാരംഭ നിമിഷങ്ങൾ തന്നെ ദൈവാത്മാവിനാൽ നീ സ്പർശിക്കപ്പെടുകയാണ്. ആരും കാണാനൊന്നും നിരാവരും ഇരിക്കണ്ട, ആരും കേൾക്കാനും ഇരിക്കണ്ട. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ഈ മുറിക്കകത്ത് ചെയ്തെടുക്കണം. ഭയങ്കരമായ ഒരു സ്പർശനത്തിനായി ഇന്ന് പകൽ നീ കൊതിച്ചോണം. മണ്ണോട് മണ്ണായി നീ ചേരേണ്ട ദിവസങ്ങൾ, ആമേൻ, നിന്റെ അസ്ഥികൂടം പോലെ നീ ജീവനോടെ കാണാൻ തുടങ്ങല്ല. ആമേൻ, അതുവരെ ദ്രവിച്ച് തീരേണ്ടതാ. പക്ഷെ ഇന്നും നീ ജീവനോട് ഇരിക്കുന്നതിന്റെ പുറകിലെ കാരണം ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയല്ല. മരണത്തെ മുഖാമുഖം കണ്ട ദിവസങ്ങളിൽ നിനക്ക് മുമ്പിൽ എഴുന്നേറ്റ് വന്ന പുത്രന്റെ പ്രാർത്ഥന. ആമേ, നിന്റെ ഒരു മുടി പോലും ഇനി താഴെ വീഴത്തില്ല. ആമേ, നിന്നെ കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്, നിന്നെ പിതാവ് സംരക്ഷിച്ചിരിക്കുക. വിശ്വസിക്കാവോ? നന്ദി പറയാൻ പറ്റുന്നവരെന്ന് നന്ദി പറ. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച പ്രിയരെ, ഭയങ്കര ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ചില തൊടട്ടെ, നിമിഷങ്ങളിൽ ദൈവം തൊടട്ടെ. ആരും ഒന്നും പിടിച്ചു വെക്കരുത്. ഇത് അങ്ങനെ ഒരു സമയമല്ലത്. അമ്മേ, നിന്റെ തലമുറ സ്കൂളിൽ പോയപ്പോൾ, നിന്റെ തലമുറകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ പോയപ്പോൾ, അമ്മേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശുദ്ധിയും ഒന്നുമല്ല അവളെ സൂക്ഷിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. നീ പോലും അറിയാതെ നിന്റെ കറുത്ത ദിനരാത്രങ്ങളിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന മഹാപൗരോഹിത പ്രാർത്ഥന, ഈ പകൽ ആ പ്രാർത്ഥനയുടെ സംരക്ഷണം നിനക്കുള്ളിടത്തോളം കാലം, ആമേ, നിന്നെ തൊടാൻ ഒരു പിശാചിനും പറ്റത്തില്ല. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ നീ വിശ്വസിച്ച് ദൈവം. Praise God. Praise God. Hallelujah. Amen. 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 പത്രോസേ, കഴിഞ്ഞ 3.5 കൊല്ലം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഇനി ഞാൻ നിന്നെ വിട്ടുമാറാൻ പോകുക. ആമേൻ. ഇന്ന് വരെ നീ കാണാത്ത പ്രതിസന്ധികൾ നീ അഭിമുഖീകരിക്കാൻ പോകുക. ഇന്ന് വരെ നേരിട്ടിട്ടാത്ത പ്രതിസന്ധികളിലേക്ക് നീ പോകാൻ പോകുക. ലോകത്ത് നിനക്ക് കഷ്ടമുണ്ട്, പക്ഷെ നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. ചെന്നായ്ക്കട നടുവിൽ കുഞ്ഞാടനെ പോലെ ഞാൻ അയക്കാൻ പോകുക. ആമേൻ. ഞാൻ നിന്നെ തുറന്നു വിടാൻ പോകുക. നിനക്കൊന്നും പറ്റത്തില്ല. നീ ധൈര്യമായിട്ട് പോക്കോ. ആമേൻ. നിന്നെ പറ്റാതെ സൂക്ഷിക്കുക ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നിന്നെ തുടരുതെന്ന് ഞാൻ ആത്മമണ്ഡലങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. നിനക്കതിന് ഒരു ചെറുവിരലനക്ക് കത്തട്ടെ. വചനത്തിന്റെ ഒരു തീ ഇന്ന് മകളുടെ കത്തട്ടെ. വചനത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് മകൾ ഇറങ്ങി വരട്ടെ. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മകൾ ആത്മാവിൽ പ്രതികരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ടെ. ആമേൻ. 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 അഭിഷേകത്തിന്റെ ശക്തിയും ആത്മനിറവിന്റെ പൂർണ്ണതകളും ഇന്ന് മകളുടെ വെളിപ്പെട്ട് ഇറങ്ങട്ടെ. പ്രാപിക്കുക, 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 പ്രാപിക്കുക. ഉദജലമനഗദര ശഗദരഗമനഗദരാജര ശാലാദരാദര. ആത്മപകർച്ചയുടെ നിമിഷങ്ങളായി ശാന്തര കാലമോറോഷിയാന്തര തുരലബ ശാന്തര കാലിമന ശാനിയാന്തര തലറബ ശാന്തര. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ആത്മനിറവിൽ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥിക്കുക. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുക. ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും ആമേൻ, നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല. പ്രിയപ്പെട്ടവനെ, നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഒരു സൈന്യം ഇന്ന് രാവിലെ നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, ഒരു സൈന്യം മുഴുവൻ ഇത് മകൻ നിനക്കെതിരെ പാളയം ഇറങ്ങി നിന്നാലും നിന്നെ തൊടാൻ ആർക്കും പറ്റത്തില്ല.
വിശ്വസിക്കുക, വിശ്വസിക്കുക. ആത്മനിറവിലെന്ന് പ്രതികരിച്ചു. ഈ മണിക്കൂറുകൾ നിന്റെ സുരക്ഷിതത്വം വർദ്ധിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നിന്നെ അലട്ടുന്ന ഭീതികൾ നിന്നെ വിട്ടു മാറുകയാണ്. ഈ മണിക്കൂറുകളിൽ നിനക്ക് ഒരു വലിയ സംരക്ഷണം ദൈവം തരികയാണ്. Jesus, 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 Jesus. പത്രോസേ, നിന്നെ നോക്കി യേശു പറഞ്ഞ പദം നിനക്ക് ഓർമ്മയില്ലേ?